ഹായ് മക്കളെ, ജയ്സാറാണ്. അപ്പോൾ മക്കളെ, നമുക്കറിയാം നമ്മൾ അടുത്ത അക്കാഡമിക് ഇയർ, അതായത് പുതിയൊരു 9ാം ക്ലാസ്സിലെ അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. പല ആൾക്കാരും ഒരുപാട് പ്രതീക്ഷകളുണ്ട് അല്ലേ? 9ാം ക്ലാസ്സിനകത്ത് ഒരുപാട് പ്രതീക്ഷകളുണ്ടാവും. ഞാൻ പറയുന്നു, നിങ്ങളുടെ ലൈഫിനകത്തെ ഏറ്റവും ടേണിംഗ് പോയിൻ്റ് ആയിട്ടുള്ള ഒരു ടൈമാണ് 9ാം ക്ലാസ് എന്ന് പറയുന്നത്. മറ്റൊന്നും കൊണ്ടല്ല. എല്ലാവരും പറയും 10ാം ക്ലാസ്സാണ്. പക്ഷേ 10ാം ക്ലാസ്സിനകത്ത് ഒരു ഫുൾ എ പ്ലസ് നേടുക എന്ന് പറഞ്ഞാൽ 10ൽ മാത്രം നമ്മൾ പഠിച്ചാൽ മതിയോ? ഒരിക്കലുമല്ല. അത് 9ൽ നിന്ന് തന്നെ എന്ത് ചെയ്യണം? സിസ്റ്റമാറ്റിക്കായിട്ട് നമ്മൾ തുടങ്ങേണ്ടതുണ്ട്. നിങ്ങൾക്കറിയാം, ടെക്സ്റ്റ് ബുക്ക് കഴിഞ്ഞ വർഷം മാറി 9ാം ക്ലാസ്സിൻ്റെ. നിങ്ങളുടെ സീനിയേഴ്സിനോട് ചോദിക്കൂ, വലിയ കടുകട്ടിയായിട്ടുള്ള കണ്ടൻറ്റുകളാണ് 9ാം ക്ലാസ്സിനകത്ത് നിങ്ങളെ കാത്തിരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നന്നായിട്ടൊരു സിസ്റ്റമാറ്റിക്കായിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? പഠിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് 9ാം ക്ലാസ്സിനകത്ത് ഫുൾ മാർക്കിലേക്ക് എത്താൻ പറ്റുള്ളൂ. അങ്ങനെ നേടിയാൽ മാത്രമേ നമ്മൾ 10ലെത്തുന്ന സമയത്ത് എന്ത് ചെയ്യും? നല്ലൊരു സ്കോറിലേക്ക്, പ്രത്യേകിച്ച് ഒരു ഫുൾ എ പ്ലസ് എന്ന് പറയുന്ന ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കാൻ വേണ്ടി സൈലത്തിൻ്റെ ഒരു കിഡിലൻ ബാച്ച്, നിഞ്ച ബാച്ച് നിങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. സൈലം ഒരുക്കിയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ സൈലത്തിൻ്റെ നിഞ്ച ബാച്ചിനകത്ത് ജോയിൻ ചെയ്യുക. ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഫീച്ചേഴ്സുകളൊന്നും ജസ്റ്റ് നോക്കിയാൽ മതി. റെക്കോർഡഡ് ലൈവ് ക്ലാസ്സുകളുണ്ടാവും, എക്സാമുകളുണ്ടാവും, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ കാര്യങ്ങളുണ്ടാവും. അതേപോലെ തന്നെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ മക്കളെ, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സ്ലൈഡിനകത്ത്, അതായത് ഒരു ടീച്ചർ എടുക്കുന്ന ഒരു സ്ലൈഡിനകത്ത് എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ആ ഒരു സംശയം ചോദിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അത് കൃത്യമായിട്ട് ടീച്ചേഴ്സ് നിങ്ങൾക്ക് മറുപടി തരികയും ചെയ്യും. ഇത്തരത്തിലുള്ള ഒരുപാട് ഫീച്ചേഴ്സുകളാണ് നിഞ്ച ബാച്ചിനകത്ത് നിങ്ങളെ കാത്തിരിക്കുന്നത്. മക്കൾ ഉടനെ തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഉടനെ നിഞ്ചയുടെ ഭാഗമായിട്ട് മാറുക. അടിപൊളിയായിട്ട് ഒരു സ്ട്രെസ്സും ഇല്ലാതെ മനോഹരമായിട്ട് മക്കൾ പഠിക്കുക. സോ ഓൾ ദി ബെസ്റ്റ് എവരിവൺ.